വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ പി ബാലചന്ദ്രൻ എം.എൽ.എക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച CPI ബുധനാഴ്ചത്തെ ജില്ലാ എക്സിക്യൂട്ടീവിൽ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. രാമായണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ് പിൻവലിച്ചെങ്കിലും MLA-ക്കെതിരെ നടപടികളിലേക്ക് കടക്കാനാണ് നീക്കം. ജെയ്സൺ ചാമളപ്പിലാണ് ചെയ്യുന്നത്. ജെയ്സൺ, ഈ വിവാദ പോസ്റ്റിൽ എന്തൊക്കെയാണ് CPI നേതൃത്വം വിലയിരുത്തുന്നത്? ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളുണ്ട്? പ്രധാനമായും തൃശൂർ MLA-യും CPI നേതാവുമായ പി ബാലേന്ദ്രനെതിരെ നടപടിയിലേക്ക് കടക്കുകയാണ് CPI നേതൃത്വം. ഇതിന്റെ ആദ്യപടി എന്ന നിലയിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാകാനുണ്ടായ സാഹചര്യം അത് രാഷ്ട്രീയമായി CPI-ക്കും ഇടതുപക്ഷത്തിനുണ്ടാക്കുന്ന ഡാമേജ് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഒരു കർശന നടപടിയിലേക്ക് പോകാനായിട്ടുള്ള നീക്കവുമായി CPI ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന CPI സ്ഥാനാർത്ഥിയാണ്. ഇത്തരത്തിൽ CPI സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ അതേ തൃശൂരിലെ MLA തന്നെ LDF സ്ഥാനാർത്ഥിയെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് നിരുത്തരവാദപരമെന്ന നിലപാട് തന്നെയാണ്. നേരത്തെ തന്നെ CPI ഈ MLA-യെ തള്ളി പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ച നിലയിലാണ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസും അടിയന്തര എക്സിക്യൂട്ടീവും വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്തായാലും പരസ്യശാസന അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന 31-ാം തീയതി അടുത്ത ബുധനാഴ്ചയാണ് എക്സിക്യൂട്ടീവ് നടക്കുന്നത്. അന്ന് നേരിട്ടെത്തി തന്റെ നിലപാട് വിശദീകരിക്കാനാണ് പി ബാലേന്ദ്രനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കുന്നത് ഒരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയെടുത്തു എന്ന് പൊതുജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതുകൊണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് CPI പോകുന്നത്. നിമേഷ്, ജെയ്സൺ ആണ് വിവരങ്ങൾ നൽകിയത്.